ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈത്തപ്പഴം കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാം. ഈ ഡിഷിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു കൂട്ടുകാർ ഗൾഫിലുണ്ടേ, ആ കൂട്ടുകാർ പറഞ്ഞു തന്ന ഡിഷാണത്. വളരെ കുറച്ച് സാധനങ്ങൾ മതി. കുറച്ച് ഗോതമ്പ് പൊടി, കുറച്ച് തേങ്ങ, കുറച്ച് ഏലക്ക, കുറച്ച് നെയ്യ്, കുറച്ച് കറുത്ത എള്ള്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാം. പോരാ, ഈന്തപ്പഴത്തിന് കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചു. നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഡിഷ് പറഞ്ഞു തന്ന കൂട്ടുകാരി മസ്കറ്റിൽ നിൽക്കുവാണേ. ആ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരി സൗദി അറേബ്യയിൽ നിൽക്കുക, അവിടെ ഒരു വീട്ടിൽ നിൽക്കുക. ആ വീട്ടിലെ അറബികൾക്കൊക്കെ അവിടുത്തെ അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ്. നല്ല ടേസ്റ്റുമാണെന്ന്. പിന്നെ എന്നോടൊന്നും ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി നോക്കി കഴിച്ചു. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് നിങ്ങൾക്കൂടി പറഞ്ഞുതരാം. വാടി വന്ന ഈത്തപ്പഴത്തിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് തേങ്ങയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് എള്ളും കൂടി ഇതിനകത്ത് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ ഒരു അരമുറി ഏത്തയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരല്പം പാലും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് പാലും കൂടി ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഗോതമ്പ് പൊടിയും തേങ്ങയും ഈത്തപ്പഴമൊക്കെ ഇട്ട് മിക്സ് ഈ പരുവത്തിലായിട്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ഈ പഴത്തിൻ്റെ മിക്സും കൂടി ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഈത്തപ്പഴത്തിൻ്റെയും പഴത്തിൻ്റെയൊക്കെ ചെറിയ മധുരമുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ ഡിഷ് ഈ പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈത്തപ്പഴം ഡിഷ് ഈ പരുവത്തിലായിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ കുറച്ച് കഴിച്ച് നോക്കി. അതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. കോരി തിന്നുന്നതിനേക്കാൾ എളുപ്പം ബോൾസുകളായിട്ട് ഓരോന്നെടുത്ത് കഴിക്കുന്നതാണ് എളുപ്പം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. ബൈ.